ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞ യൂണിവേഴ്സിറ്റി LGS പ്രിലിമിനറി എക്സാം സ്റ്റേജ് 1 2023 കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഇനി എന്തായാലും നമുക്ക് LGS ഒക്കെ വരാൻ പോവുകയാണ്. നമുക്കപ്പോൾ ഇനി പ്രീവിയസ് ഇയർ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. PSCയിലെ ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ചിട്ട് പ്രീവിയസിൽ കുറച്ചു കൂടി ഒരു ഊന്നൽ കൊടുക്കുന്ന ഒരു ഇതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗംഗാ ശുദ്ധീകരണ പദ്ധതിയുടെ പേരെന്ത്? നമാമി ഗംഗ. ദേശീയ നദിയായ ഗംഗയിലെ മലിനീകരണം ഫലപ്രദമായി കുറയ്ക്കുക, നദിയുടെ പുനരുജ്ജീവനം എന്നീ ഇരട്ട ഉദ്ദേശ ലക്ഷ്യങ്ങളുടെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം പതാകവാഹ പദ്ധതി ആയി 2014 ജൂണിൽ ഭാരത സർക്കാർ അംഗീകരിച്ച ഒരു സംയോജിത സംരക്ഷണ ദൗത്യമാണ് നമാമി ഗംഗ പദ്ധതി. നമാമി ഗംഗ പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ: മലിനജല ശുദ്ധീകരണ സംവിധാനങ്ങൾ, നദീമുഖ വികസനം, നദീ ഉപരിതല ശുചീകരണം, ജൈവ വൈവിധ്യം, വനവൽക്കരണം, പൊതുജന ബോധവൽക്കരണം, വ്യവസായങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യങ്ങളുടെ നിരീക്ഷണം, ഗംഗാ ഗ്രാമം. ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ വർഷം 1986 ജനുവരി 14. ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. നമാമി ഗംഗ പദ്ധതി നടപ്പിലാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ക്ലീൻ ഗംഗ മിഷന് 120 മില്യൺ യൂറോ സോഫ്റ്റ് ലോൺ അനുവദിച്ച രാജ്യം ജർമ്മനി. ലോകബാങ്ക്, ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി കരാറിലേർപ്പെട്ട ഗംഗാ നദിയിലെ പ്രോജക്റ്റ് ജൽമാർഗ് വികാസ് പ്രോജക്റ്റ്. മഹാകാളി നദിയുടെ സംയോജിത വികസനം ലക്ഷ്യം വെച്ച് ഇന്ത്യ ഗവൺമെൻറ് നേപ്പാൾ ഗവൺമെൻറ്റും 1996 ഒപ്പിട്ട ഉടമ്പടി മഹാകാളി ഉടമ്പടി. എന്താണ് ഈ നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ എന്ന് വെച്ചാൽ, ഗംഗാ നദിയുടെ പുനരുജ്ജീവനത്തിനും സംരക്ഷണത്തിനും പരിപാലനത്തിനും വേണ്ടി 2011 ഓഗസ്റ്റിൽ സ്ഥാപിതമായ സൊസൈറ്റി. ഗംഗാ നദിയിലെ ജീവൽ സമ്പത്ത് കണക്കാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ ആദ്യമായി ഒരു നദീജല സെൻസസ് അക്വാട്ടിക് ലൈഫ് സർവേ തുടക്കം കുറിച്ച സൊസൈറ്റിയാണ് നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ. സുസ്ഥിര ഭൂഗർഭ ജല പരിപാലനം സുഗമമാക്കുന്നതിനുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രധാന പദ്ധതി അടൽ ഭുജൽ യോജന. അടൽ ഭുജൽ യോജന പദ്ധതിയുടെ മുതൽ മുടക്ക് 6000 കോടിയാണ്. 3000 കോടി ലോകബാങ്ക്, 3000 കോടി കേന്ദ്ര ഗവൺമെൻറ്. കർണാടകത്തിലെ കുടിവെള്ള ക്ഷാമത്തെ നേരിടുന്നതിനായി കാവേരി നദിയിൽ നടപ്പിലാക്കിയ വിവിധോദ്ദേശ പദ്ധതിയാണ് മെഘഡുതു പദ്ധതി. എന്താണ് മെഘഡുതു പദ്ധതി എന്ന് വെച്ചാൽ, കർണാടകത്തിലെ കുടിവെള്ള ക്ഷാമം നേരിടുന്നതിനായി കാവേരി നദിയിൽ നടപ്പിലാക്കിയ വിവിധോദ്ദേശ പദ്ധതിയാണ് മെഘഡുതു പദ്ധതി. ആന്ധ്രാപ്രദേശിലെ ജലസേചനം, ജലവൈദ്യുതി വിതരണം, കുടിവെള്ളം സൗകര്യങ്ങളുടെ വികസനം എന്നിവ ലക്ഷ്യമാക്കി ഗോദാവരി നദിയിലെ വിഭാവനം ചെയ്ത പദ്ധതിയാണ് പോളാവരം പദ്ധതി. 1979 ഇറങ്ങിയ കോടതി വിധിയനുസരിച്ച് മധ്യപ്രദേശിലെ നർമ്മദ നദിയിൽ ചെറുതും വലുതുമായ ധാരാളം അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നതിനെതിരെ നടന്ന സമരമാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന പരിസ്ഥിതി സംഘടനയുടെ സ്ഥാപകയാണ് മേധാ പട്കർ. 1989 മാവൂരിലെ ഗോളിയോർ അയോൺസ് ഫാക്ടറി ചാലിയാർ പുഴ മലിനമാക്കുന്നതിനെതിരെ 1970 ആരംഭിച്ച പ്രക്ഷോഭമാണ് ചാലിയാർ പ്രക്ഷോഭം. ഇനി നമ്മൾ ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ആദ്യം തന്നെ പഠിച്ചത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? ഗംഗ ശുദ്ധീകരണ പദ്ധതിയുടെ പേരാണ് നമാമി ഗംഗ എന്ന് പറഞ്ഞു. അതിന് തന്നെ എക്സ്പ്ലനേഷനാണ്, NCERT ഫാക്ട്സിൽ നിന്ന് വരുന്ന എക്സ്പ്ലനേഷൻ ഉണ്ട്. പിന്നെ അല്ലാണ്ട് ഒരുപാട് അഡീഷണൽ ഫാക്ട്സ് എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബുക്സിൽ നിന്നുള്ള റെഫറൻസ്, ഒരു ബുക്സിൽ നിന്നുള്ള പ്രീവിയസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒരു ക്വസ്റ്റ്യനും വിത്ത് എക്സ്പ്ലനേഷനുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.